بسم الله والرحمن وبالرحيم دائم الإحسان. الحمد لله القديم الأول الآخر الباقي بلا تحول. ثم الصلاة والسلام سرمدا على النبي خير من قد وحدا وآله وصحبه ومن تبع سبيل دين الحق غير مبتدع. وبعد فاعلم بوجوب المعرفة من واجب لله 20 صفة. فالله موجود قديم باقي مخالف للخلق بالإطلاق. علم أمة سيدنا محمد. അമ്മാബാദ്. മോമിനിങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ലോകത്തെ ഏറ്റവും വലിയ പഠനം. അള്ളാഹുവിൻ്റെ ദുനിയാവിലെ ഏറ്റവും വിവരമുള്ള ആൾ നബിതങ്ങളെക്കുറിച്ച് വിവരമുള്ള ആളാണ്. കാരണം ലോകത്തെ ഏറ്റവും വലിയ ജാഹിൽ അബൂജാഹിലാണ് എന്നുള്ളതാണ്. ജഹിൽ എന്ന് പറഞ്ഞ സാധനം, വിവരമില്ലായ്മ എന്ന് പറഞ്ഞത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ജഹിൽ മുറക്കബ് എന്ന് പറയും, രണ്ട് ജഹിൽ ബസീത്ത് എന്ന് പറയും. ജഹിൽ മുറക്കബ് എന്ന് പറഞ്ഞാൽ വിവരമില്ലാത്ത അവസ്ഥയാണ്. ജഹിൽ ബസീത്ത് എന്ന് പറഞ്ഞാൽ വിവരമില്ല എന്നുള്ളതും വിവരമില്ലാത്ത അവസ്ഥയാണ്. രണ്ടും കൂടി ചേർന്നതാണ് അബൂജാഹിൽ പറഞ്ഞ സാധനം. അന്തമില്ലാത്തൊരനന്ത കോടിയാണ് ഈ അന്ത്യലോകത്തിൻ്റെ അന്തർഭാഗത്തിൽ. അന്തമില്ലെങ്കിലും അന്തമില്ലെന്നുള്ള അന്തമുണ്ടാവലാണ് ഏറ്റവും അന്തം എന്നാണ്. വിവരമില്ലെങ്കിൽ വിവരമില്ല എന്നുള്ള വിവരം ഉണ്ടാവലാണ് ഏറ്റവും വലിയ വിവരം എന്നാണ്. അതുമില്ലാത്ത ആളായി പോയി എന്നുള്ളതാണ് അബൂജാഹിലിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞത്. അബൂജാഹിലിന് ഒരു വിവരവും ഇല്ല എന്നല്ല കേട്ടോ. ഒരു വിവരമില്ലാത്ത ആളെ പിടിച്ചിങ്ങാണ്ട് ഇപ്പോൾ ഖുറൈശിയുടെ കാബൻ്റെ പ്രസിഡൻ്റാക്കോ. എന്തൊക്കെയോ വിവരങ്ങൾ അയാൾക്കുണ്ട്, മുത്തുനബിനെ പറ്റിയുള്ള വിവരമില്ല എന്നുള്ളതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ വയത് നടക്കണമെങ്കിൽ നിങ്ങളുടെ മസിലൊക്കെ ഒന്ന് അയച്ചിട്ടിരിക്കണം. അങ്ങനെ കൈയൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ എന്തോ സംഭവിക്കാൻ പോകുമ്പോൾ ഇരുന്നാലേ അത് പ്രശ്നമാണ്. അതുകൊണ്ട് മസിലൊക്കെ ഒന്ന് അയവാക്കിയിട്ട് എല്ലാവരും ഒന്ന് അയഞ്ഞിരുന്നാണ്. ഒന്ന് അയഞ്ഞിരുന്നിട്ടൊരു യാനബിയൊക്കെ ചെല്ലാം. യാനബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സ്വലവാത്തുല്ലാഹി അലൈക്കും. പൊതുവെ എൻ്റെ വേദം ഒരു അയഞ്ഞ വേദമായതുകൊണ്ട് നിങ്ങൾ അയഞ്ഞിരുന്നാലേ നടക്കുള്ളൂ എന്നുള്ളതാണ്. ഷാളുവിനെ ഇവിടെ തന്നെ നിന്നോട്ടെ വെച്ചാണ് ഞാൻ. ഏതായാലും നിങ്ങൾ കാര്യമായിട്ട് ആദരവിൻ്റെ ഭാഗമായിട്ട് ഇട്ട് തന്നതല്ലേ. അപ്പോൾ ഏതായാലും ഇനി പ്രസംഗം കഴിയുള്ളത് അവിടെ നിൽക്കട്ടെ. മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിക്കണം. അതാണ് ഏറ്റവും വലിയ വിവരം. ലോകത്ത് പഠിച്ചാൽ അവസാനിക്കാത്ത ഒരു വിഷയം ഉണ്ടാവുള്ളൂ, അത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പഠിക്കുന്നതിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് ആ വിഷയത്തിൻ്റെ പ്രത്യേകത. ബാക്കി ഏത് വിഷയവും പഠിച്ചാൽ തീരും, ഈ ഒരു വിഷയം മാത്രം പഠിച്ചാൽ അവസാനിക്കൂല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ മിക്കവാറും ഭാഗങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിക്കാൻ വേണ്ടി ചിലവാക്കണം. ലോകത്തെ എല്ലാ ഫളിലുകളും നബിയിലേക്ക് മടങ്ങും. വെള്ളിയാഴ്ചക്ക് പ്രത്യേകത ഉണ്ട്. എന്താ? മുത്തുനബിക്ക് പ്രത്യേകത ഉണ്ട് എന്നുള്ളതാണ് കാരണം. റമദാൻ മാസത്തിന് പ്രത്യേകത ഉണ്ട്. എന്താ പ്രത്യേകതയുടെ കാരണം? മുഹമ്മദ് നബിക്ക് പ്രത്യേകത ഉണ്ട് എന്നുള്ളതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലൈലത്തുൽ ഖദറിന് പ്രത്യേകത ഉണ്ട്. ലൈലത്തുൽ ഖദറിൽ ഖുർആൻ ഇറങ്ങിയെന്നാണ്. ഖുർആൻ ലൈലത്തുൽ ഖദറിൻ്റെ അന്ന് അള്ളാഹുവിൽ നിന്നിറങ്ങിയെന്നല്ല, മുഹമ്മദ് നബിയിലേക്ക് ഇറങ്ങിയെന്നാണ്. അള്ളാഹുവിങ്കിൽ നിന്നിറങ്ങുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കലാം അവൻ്റെ ദാത്തിൽ നിലനിൽക്കുന്നതാണെന്നാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദ. അതായത് അള്ള എന്നുണ്ടോ അന്ന് അള്ളാൻ്റെ കലാമുണ്ട്, അല്ലാതെ അത് ലൈലത്തുൽ ഖദറിൻ്റെ അന്ന് ഉണ്ടായില്ല.
ലൈലത്തുൽ ഖദറിൻ്റെ അന്ന് അല്ലാഹു തആല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് ഓതി കൊടുത്തിട്ട് ഇത് പോയിട്ട് മക്കത്ത് പോയിട്ട് മുഹമ്മദ് നബിക്ക് ഓതി കൊടുത്താളി എന്ന് പറഞ്ഞതല്ല. അള്ളാഹുവിൻ്റെ കലാം അവൻ്റെ ദാത്തിൽ നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്നുണ്ടോ അന്ന് അള്ളാഹുവിൻ്റെ കലാമും ഉണ്ട്. പിന്നെ ലൈലത്തുൽ ഖദറിൻ്റെ അന്ന് എന്തേ ഉണ്ടായിന്ന് ചോദിച്ചാൽ അത് മുഹമ്മദ് നബിയിലേക്ക് ഇറങ്ങി എന്നുള്ളതാണ്. അതിനാൽ ലൈലത്തുൽ ഖദറിനേക്കാൾ പ്രത്യേകത മുഹമ്മദ് നബിക്കുണ്ടെന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി ഇല്ലെങ്കിൽ ഖുർആൻ ഇറങ്ങൂല. ഖുർആൻ്റെ പ്രത്യേകത എന്താ? അള്ളാഹുവിൻ്റെ കലാമാണ് എന്നുള്ളതല്ല. തൗറാത്തും അള്ളാഹുവിൻ്റെ കലാം തന്നെയാണല്ലോ. ഇഞ്ചീൽ അള്ളാഹുവിൻ്റെ കലാമാണ്, സബൂർ അള്ളാഹുവിൻ്റെ കലാമാണ്. തൗറാത്തിനില്ലാത്ത, ഇഞ്ചീലിനില്ലാത്ത, സബൂറിനില്ലാത്ത എന്ത് പ്രത്യേകതയാണ് ഖുർആനിനുള്ളതെന്ന് ചോദിച്ചാൽ മുഹമ്മദ് നബിക്ക് ഇറങ്ങി എന്നുള്ളതാണ് പ്രത്യേകത സല്ലല്ലാഹു അലൈഹി വസല്ലം. അതന്നെ എല്ലാ ഫളുകളും നബിയിലേക്ക് മടങ്ങും. 300-ലധികം തവണ ഖുർആൻ പേര് പറഞ്ഞ മഹാനായ സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാം ദുആ ചെയ്തിട്ടുണ്ട്, പടച്ചോനെ എന്നെ നീ മുത്തുനബിയുടെ ഉമ്മത്തിൽ പെടുത്തണേ. ഹല്ലുക്കും ഫിദ്ദുന്യാ ഇയ്യായ, ദുനിയാവിൽ അല്ലാഹു നിങ്ങൾക്ക് ചെയ്ത ഏറ്റവും വലിയ സൗഭാഗ്യം ഞാൻ നിങ്ങളുടെ നബിയായതാണ്. വഹല്ലി ഫിദ്ദുന്യാ ഇയ്യാക്കും, അല്ലാഹു ദുനിയാവിൽ എനിക്ക് ചെയ്ത ഏറ്റവും വലിയ ഭാഗ്യം ഇങ്ങളെൻ്റെ ഉമ്മത്തായതുമാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 120 വരികൾ സ്വർഗത്തിലേക്ക് നാളെ ഉണ്ടാവുന്നതാണ്. 120 വരിയാണ്, 120 കൂട്ടങ്ങളാണ് സ്വർഗത്തിലേക്കുണ്ടാവുക. അതിൽ 90 വരിയും മുഹമ്മദ് നബിയുടെ ഉമ്മത്തായിരിക്കുമെന്ന് അഷ്റഫുൽ വറ ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. നാളെ ഖിയാമത്ത് നാളിലേ ആദ്യം വിചാരണയ്ക്ക് വിളിക്കുക നമ്മളേക്കാരം. സ്വർഗത്തിലേക്ക് ആദ്യമായി പ്രവേശനം നൽകപ്പെടുന്നത് അമ്മക്കായിരിക്കും. ഒറ്റ കാരണമേ ഉള്ളൂ, മുത്തുനബിയുടെ ഉമ്മത്തായി എന്നുള്ളതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എല്ലാ ഫളുകളും നബിതങ്ങളിലേക്ക് മടങ്ങും സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തെ ഏറ്റവും പ്രത്യേകതയുള്ള നാട് മദീനയാണ്, മദീന പേശ. അഫ്ളലു തുർബത്തുൽ അർളി തുർബത്തുൽ മദീന, ഭൂമിയിലെ മണ്ണുകളിൽ വെച്ച് ഏറ്റവും ഫളുലുള്ള മണ്ണ് മദീനയുടെ മണ്ണാകുന്നു. ഒരു നാടിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ആ നാട്ടിൽ ഒന്നുകിൽ നിലവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നവരോ അല്ലെങ്കിൽ മുമ്പ് ജീവിച്ച് മരണപ്പെട്ടവരോ ആയ ചില ആളുകളുടെ പ്രത്യേകതയായിരിക്കും. ഫളുകൾക്കൊരടിസ്ഥാനമുണ്ട്. ഒരു മനുഷ്യൻ്റെ പ്രത്യേകത പറഞ്ഞാൽ എന്താ? ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവൻ്റെ വാപ്പാൻ്റെ പ്രത്യേകതയാണ്. നമ്മളേതൊരാളെക്കുറിച്ച് ചോദിക്കുമ്പോൾ ആദ്യം എന്താ ചോദിക്കുക? ഓൻ്റെ വാപ്പ ആരാന്നാ ചോദിക്കുക. ഓൻ്റെ വാപ്പ ആരാന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ തലമ വാന്തി അതിൻ്റെ അർത്ഥം തന്തയില്ലാത്തവനാണെന്നാണ്. പിന്നെ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? വാപ്പല്ലെങ്കിൽ എല്ലാം പോയില്ലേ? മുത്തുനബി പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ വാപ്പ ഇബ്രാഹിം നബിയാണ്. അനഫീ മില്ലത്തി അബി ഇബ്രാഹിം, ഞാൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മാർഗത്തിലാണ് എന്നാണ് അതിൻ്റെ നേർക്ക് നേരെ അർത്ഥം. അത് ഞങ്ങളെ മലപ്പുറം ഭാഷയിൽ അർത്ഥം വെച്ചാൽ എൻ്റെ വാപ്പ ആരാന്നറിയാൻ എനിക്ക് ഇബ്രാഹിം നബിയാണ്, ആലോചിച്ച് കഴിച്ചുകൊണ്ടിട്ടോ എന്നാണ് അതിൻ്റെ ശരിക്കും മലപ്പുറം ഭാഷ. അനഫീ മില്ലത്തി അബി ഇബ്രാഹിം, ഞാൻ എൻ്റെ പിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മാർഗത്തിലാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 20 വാപ്പാൻ്റെ പേരൊരു നിർബന്ധമാണ് എന്നാണ്. എൻ്റെ വാപ്പാൻ്റെ പേര് എനിക്കറിയൽ ഈമാൻ ശരിയാവാൻ നിർബന്ധമൊന്നുമില്ല. അറിഞ്ഞില്ലെങ്കിൽ ആധാർ കാർഡ് ഉണ്ടാവില്ല എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. എൻ്റെ വല്യപ്പാൻ്റെ പേര് എനിക്ക് അറിഞ്ഞില്ലെങ്കിൽ പിന്നെ വലിയ ഈമാൻ ശരിയാകുന്നിടത്ത് വലിയ പ്രശ്നമൊന്നും സംഭവിക്കില്ല. അടിയാധാരം കാണാനില്ല എന്ന് വരുന്നേ ഉള്ളൂ, സംഗതി പ്രശ്നമൊന്നും ഉണ്ടാവില്ല. മുത്തുനബിയുടെ 20 വാപ്പാരെ പേരറിഞ്ഞില്ലെങ്കിൽ പ്രശ്നമാവും, ഈമാൻ ശരിയാവില്ല എന്നുള്ളതാണ്.